ഹായ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നിന്നും കാലിക്കറ്റിലേക്ക് പോകുന്ന കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലാണ് ഉള്ളത്. ഞാൻ ഈ റോഡിൽ വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് പാലക്കാട് ഏറ്റവും കൂടുതൽ ഫുഡിന്റെ ഏരിയ ആയി മാറുന്നത്, ദാറ്റ് ഈസ് ഹോട്ടലിന്റെ ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ് ഇത്. കാരണം ഏറ്റവും കൂടുതൽ ഫുഡ് സ്പോട്ടുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ പറയുന്ന 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫുഡ് സ്പോട്ടുകൾ വന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് പാലക്കാടിന്റെ ഈ ബൈപ്പാസ് റോഡ്. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. പ്ലസ് ഇതിനകത്ത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓൾഡ് സ്കൂൾ ടീ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈവനിങ്ങിലൊക്കെ നല്ല റഷാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തന്നെ. ഇത് അൽത്താസ ഷവർമർ കോർണർ ആണ്. ഷവർമർ, ബർഗർ, പിസ്സ എന്നീ സാധനങ്ങളാണ് ഇവിടെ അവൈലബിലിറ്റി ഉള്ളത്. ഇതേ ലൊക്കേഷനിലുള്ള ഒരു ഷോപ്പും കൂടിയാണ് കട്ടൻസ്. കട്ടൻസ് ഇന്ന് യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീം തന്നെ അവിടെ ഡെയിലി ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നൊരു ഹ്യൂജ് യങ്സ്റ്റേഴ്സ് ടീം വരുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് കട്ടൻസ്. ദെൻ അതിഥീസ് ബഡ്ജറ്റ് ഹോട്ടലും കൂടിയാണ് അതിഥീസ്. ഇന്ന് പാലക്കാട് ഒരു ഫുഡ്, ദാറ്റ് ഈസ് ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ടീ കോർണർ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ ബൈപ്പാസ് റോഡ്. കാരണം ഇതൊരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു കോഫി ഷോപ്പായി സെറ്റ്, കാരണം വൈകുന്നേരങ്ങളൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു കോഫി കുടിച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ മീറ്റിംഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷനോ വന്നിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇതേപോലത്തെ പുതിയ പുതിയ കൺസെപ്റ്റിന് ആൾക്കാർ ശരിക്കും വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിലൊരു ടീ അല്ലെങ്കിൽ ഇപ്പൊ നോക്കുന്ന ഒരു ട്രെൻഡായിട്ട് വരുന്നതാണ് ഇറാനി ടീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് പുതിയ പുതിയ ഫുഡും ടേസ്റ്റ് ചെയ്യാനും പലർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിന് പറ്റുന്ന രീതിയിൽ ലൊക്കേഷൻസും അതിന് പറ്റുന്ന ഒരു ആംബിയൻസും പറ്റുന്നൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് ബൈപ്പാസ് റോഡ്. കാരണം ഒരു ഫുഡിന്റെ ഫുഡ് റോഡ് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇതൊരു വാസ് കിച്ചൺ ആണ്. കാരണം ഇവരൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റൂഫ് ഗാർഡനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈവനിങ്ങിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഒരു ഗെറ്റ് ടുഗദർ നടത്തി ഒരു ഫുഡൊക്കെ കഴിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഇവര് റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. പാലക്കാട് വളരെ കുറവാണ് റൂഫ് ടോപ്പ് കൺസെപ്റ്റ്. കാരണം നോർത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പാലക്കാടും അതേപോലത്തെ കൺസെപ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ റോഡിൽ തന്നെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് ഹോട്ടൽസിന്റെ ഒരു മേഖല തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കാരണം മെക്ഡൊണാൾഡ്സ്, ചിക്കിങ്, TNT അതുപോലുള്ള നല്ല നല്ല ബ്രാൻഡഡ് ഹോട്ടൽസുകളുടെയും ലൊക്കേഷൻ കൂടിയാണ് ഇത്. അതേപോലെ തന്നെ പാലക്കാട് ഇതേ റൂട്ടിൽ തന്നെ ഒരു സ്റ്റാർ ഹോട്ടലിന് നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. കാരണം ഇന്ന് പാലക്കാട് വളരെ കുറവാണ് സ്റ്റാർ ഹോട്ടൽസ്. കാരണം പാലക്കാടിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർ ഹോട്ടൽസിന് ഇനിയും ചാൻസസ് ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ പ്രോപ്പർട്ടീസ് അവൈലബിലിറ്റി ഉണ്ട്. ഈ വീഡിയോ ഹോട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലുള്ള കോഫി ഷോപ്പ്, ഫുഡ് സ്പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ അടുത്ത ബിസിനസ്സുകളും അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.